പുതിയ KPCC പ്രസിഡന്റിനെ ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചേക്കും. പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇന്നലെ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ K. സുധാകരൻ സന്നദ്ധത അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, ആന്റോ ആന്റണിക്ക് തന്നെയായിരിക്കുമോ സാധ്യത? എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നലെയാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയത്. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചത്. കാരണം കഴിഞ്ഞ കുറച്ച് 6 മാസങ്ങളായി K. സുധാകരൻ മാറണം എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് താല്പര്യമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളായിരുന്നു ഈ ഇന്നലത്തെ ചർച്ചയിൽ മുഖ്യ വിഷയമായത്. എന്നാൽ ചർച്ചയിൽ K. സുധാകരൻ പൊട്ടിത്തെറിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തന്നെ വളരെ കൂടുതൽ തന്നെ ഒറ്റയാക്കി താൻ മാറുന്നു എന്ന് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുകയും തന്നെ താനൊരു അധികാരമോഹിയെ ചിത്രീകരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാൻ താൻ ഒരുക്കമല്ല. കേരളത്തിലെ ചുമതല AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ താൻ മാറുമെന്ന രീതിയിലുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു. UDF ഘടകകക്ഷികളുമായിട്ടുള്ള യോഗത്തിൽ ചർച്ച നടത്തി. CMBയുടെ നേതാവ് CP ജോണിനോട് പോലും തന്നെ മാറ്റുന്ന കാര്യം ചർച്ച ചെയ്തു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ദീപാദാസ് മുൻഷിക്കെതിരെ K. സുധാകരൻ നടത്തിയത്. ഈ പദവിയിൽ കടിച്ചു തൂങ്ങാൻ താനില്ല. താൻ ഒരിക്കൽ KPCC അധ്യക്ഷനായത് പാർട്ടി റെഡിയ പ്രവർത്തനം എന്ന നിലയിലാണ്. എന്നാൽ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു നിലപാടാണ് ഒരു ഭാഗം പാർട്ടി നേതാക്കളിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് വളരെ വികാരത്തോടു കൂടി മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ രാഹുൽ ഗാന്ധിയും അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അഖില, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുക, ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കമുള്ള ഏത് സ്ഥാനവും നൽകാമെന്നുള്ളൊരു വാഗ്ദാനം അദ്ദേഹം നൽകിയിട്ടുണ്ട്. MP എന്ന നിലയിൽ മത്സരിക്കാൻ അനുമതി നൽകുന്ന ഏക വ്യക്തിയായിരിക്കും K. സുധാകരനെന്നും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ആന്റോ ആന്റണിയുടെ പേരാണ് 1-ാം നമ്പറുകാരനായിട്ട് പകരം KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ളത്. അദ്ദേഹത്തിന്റെ പേര് കുറച്ച് ദിവസങ്ങളിലായി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പട്ടികയിലുമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്ത്യൻ വിഭാഗം പാർട്ടിയിൽ നിന്ന് അകലുന്നു. ആ തരത്തിൽ ആ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കത്തോലിക്ക സഭയുടെ ഒരു പിന്തുണയുള്ള ഒരു നേതാവിനെ, അത് കോൺട്രവേഴ്സി അല്ലാത്തൊരു നേതാവിനെ, അഴിമതിയുടെ കറപുള്ളാത്തൊരു നേതാവിനെ പുറത്ത് നേതാവിനായി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം. ഇതാണ് ആന്റോ ആന്റണിക്ക് ഗുണകരമായതും അഖില. അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണിയുടെ പേരാണ് ഇപ്പോൾ നിലവിൽ 1-ാമതായിട്ട് പരിഗണനയിലുള്ളത്. അതുകൊണ്ട് തന്നെ അഖില, ഇന്നോ നാളെയോ ഈ തരത്തിൽ തീരുമാനത്തിൽ പ്രഖ്യാപനം ഉണ്ടാവും. കോൺഗ്രസ് പാർട്ടിയാണ് ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ പ്രഖ്യാപനം വരും എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു അന്തിമമായ ഒരു ഇത് നിലനിൽക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് KPCC അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് K. സുധാകരനെ മാറ്റാൻ തീരുമാനിച്ചു. K. സുധാകരനും താൻ കടിച്ചു തൂക്കാനില്ല എന്ന വ്യക്തമായ സന്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകി. ഇനി പന്ത് ഹൈക്കമാൻഡ് കോർട്ടിലാണ്. എപ്പോൾ പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇനി നമുക്കറിയാനുള്ളത്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഏതായാലും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞു ഇന്നലെ. അതേപോലെ തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ടയിലുണ്ട്. അദ്ദേഹം ആന്റോ ആന്റണിയെ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണെങ്കിൽ KPCCക്ക് ഉടനെ തന്നെ പുതിയ അധ്യക്ഷൻ ഉണ്ടായിരിക്കും. പുതിയ KPCC പ്രസിഡന്റിനെ ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചേക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ഡൽഹിയിൽ നിന്ന്.